നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ് ഹൃദയപൂർവ്വം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി മൂവിയാണ്. സത്യൻ അന്തിക്കാട് എന്ന ഡയറക്ടറിൽ നമ്മൾ എന്താണോ പ്രതീക്ഷ പോകുന്നത് ആ ഒരു പ്രതീക്ഷ അതുപോലെ നിലനിർത്തിയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു പക്ക ഫാമിലി മൂവിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഈ ഒരു സിനിമയിൽ ഇല്ല. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ വളരെ ഫ്ലാറ്റ് ആണ്. വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. അങ്ങനെ എടുത്തു പറയാനായിട്ട് വലിയൊരു കിടിലൻ സ്റ്റോറിയോ അല്ലെങ്കിൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ്സോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ലൊരു നൈസ് മൂവിയാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് മൂവി കാണാനായിട്ട്. അല്ല ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസും ആ സ്റ്റോറി ടെല്ലിങ്ങും അതിൽ വരുന്ന എലമെന്റ്സും എല്ലാം വളരെ നൈസ് ആയിട്ടാണ് മൂവിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ലാലേട്ടൻ ആൻഡ് സംഗീത് നമ്മളെ അമൽ ഡേവിസ് ആയിട്ട് വരുന്ന പുള്ളിക്കാരൻ അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ആ ഒരു കെമിസ്ട്രി അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയും ഈ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് മൂവീസ് വരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം അത്ര കിടലായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. പല സിറ്റുവേഷൻസും ഒരു നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലാലേട്ടൻ ആ ഒരു അമൽ ഡേവിസിന്റെ ഒരു വൈബിലൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും ഒരു ബോഡി ലാംഗ്വേജും അവിടുത്തെ ഒരു സിറ്റുവേഷനും എല്ലാം അടിപൊളിയായിരുന്നു. ലാലേട്ടനും സംഗീതമായിട്ടൊക്കെ നല്ലൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ അതേ ഏജിലുള്ള ഒരു മച്ചാന്റെ അടുത്ത് കമ്പനി അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മച്ചാൻ ബന്ധം വെച്ച് നമ്മൾ സംസാരിക്കുന്നതായിട്ടൊരു വൈബ് ഉണ്ടല്ലോ, അതേ ഒരു വൈബ് ആ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അതായിരുന്നു ഈ മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നി. കാരണം അടിപൊളിയായിരുന്നു. ആ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്ന ആ ഒരു മൂവ്മെന്റ് ഒക്കെ നല്ല നൈസ് ആയിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിലുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സും അവരുടെ റോൾ എന്താണോ അവർ നൈസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലും എസ്പെഷ്യലി എടുത്തു പറയുന്ന സിദ്ദീഖൊക്കെയാണ്. പുള്ളിക്കാരൻ ഒരു അളിയനായിട്ടാണ് വരുന്നത്. അളിയന്റെ ഒരു ക്യാരക്ടറും പ്രസന്റേഷനും പുള്ളിക്കാരന്റെ ഒരു കോമഡി ഹാൻഡിൽ ചെയ്യുന്നതും അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഇതൊരു സത്യൻ അന്തിക്കാട് മൂവിയാണ്. നമ്മൾ പണ്ട് കണ്ട് വണ്ടറടിച്ച ഒരുപാട് കിടിലൻ മൂവീസ് ഉണ്ട്. സോ അതിന്റെയൊക്കെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു മൂവിയാണ്. കാരണം അന്നത്തെ ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കോമഡീസോ ഒന്നും അല്ല ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആണ്. ആൻഡ് കോമഡീസ് തന്നെ പല ഏരിയാസിലും ഈ ഒരു ലാലേട്ടൻ സംഗീത് അവരുടെ കോമ്പിനേഷനിൽ എനിക്ക് വർക്കായെങ്കിലും അപ്പാർട്ട് ഫ്രം ബാക്കിയുള്ളവരെന്ന് വരുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇന്ന കോമഡി ഇവിടെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമഡി ഇവിടെ വേണം എന്ന് പോയതുപോലെ എനിക്ക് തോന്നി ചില ഏരിയാസിൽ. ബാക്കി ഓവറോൾ നല്ല കോമഡി ഒക്കെ ആയിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സിനിമയുടെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ കാണിക്കും ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണ്, എങ്ങോട്ടാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു കുളവാക്കുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വേറൊന്നുമല്ല, സിനിമയുടെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് തൊട്ട് ലാസ്റ്റ് വരെ ആ ഒരേ മീറ്ററിലാണ് ആ സിനിമയുടെ കഥ പോകുന്നത്. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ്. അല്ലാതെ ഒരു എൻഗേജിംഗ് മൂവ്മെന്റോ അല്ലെങ്കിൽ നമ്മളെ ത്രില്ലടിപ്പിച്ചിരിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല. കാരണം ഒരു ഫാമിലി മൂവിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഓഡിയൻസിനാണ് ഈ മൂവി കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്യണം. അല്ലാതെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. ഈ മൂവി എങ്ങോട്ടാണ് പോകുന്നത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നെങ്കിലും ആ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സിലൂടെയും മറ്റുള്ള എലമെന്റ്സിലൂടെയും വലിയ രീതിയിൽ ബോറടിപ്പിക്കാതെ തന്നെ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് സത്യന്തിക്കാടിന്റെ പണ്ടത്തെ മൂവീസ് ഒക്കെ വെച്ച് ഒരിക്കലും ഈ ഒരു മൂവി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ 7 അയലത്ത് വരത്തില്ല. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടൈം ബീൻ വെച്ചിട്ട് വളരെ നൈസ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. സോ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഓവറോൾ ഈ മൂവി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൂവിയിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ലാലേട്ടനാണ്. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ്. ഒരു ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് എൻഡിങ് വരെ നല്ല അടിപൊളിയായിട്ടാണ് ലാലേട്ടനെ സിനിമയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂവിയുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. എങ്ങോട്ടാണ് പോകുന്നത് എല്ലാം അറിയെങ്കിലും ഈ ഒരു മനുഷ്യന്റെ പെർഫോമൻസ് കാണാൻ നല്ല രസമാണ്. ആ ഒരു കാര്യമാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് സംഗീതത്തിന്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.